മജ്മ നികായ 22 അലഗഡ്ഡുപമ സൂത്ത്. അലഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ്, മൂർഖൻ പാമ്പ്, വിഷപ്പാമ്പ് എന്നെല്ലാം അർത്ഥമുണ്ട്. ഈ സൂത്രത്തിൽ ഈ ശരീരമോ അതേപോലെ തന്നെ മനസ്സോ ഒന്നും തന്നെ നമ്മളല്ല, നമ്മളുടെ ആത്മാവല്ല. അതിനാൽ അതിൽ ആസക്തി പരിപൂർണമായിട്ടും വിടണം. ഞാൻ എൻ്റേത് എന്ന് നമ്മൾ ഒരിക്കലും ഇതിനെ വിചാരിക്കരുത് എന്നാണ് ബുദ്ധൻ പറയുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ബുദ്ധൻ ശ്രാവസ്തിയിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് അരിട്ട എന്ന് പറയുന്ന ഒരു ഭിക്ഷു, ആ ഭിക്ഷു മുൻപ് പരുന്തുകളെ പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് ഒരു മിഥ്യാദിട്ടി ഉണ്ടായി. മിഥ്യാദിട്ടി എന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ള ഒരു ദർശനം ഉണ്ടായി, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു വിശ്വാസമുണ്ടായി. ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മം ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഏതൊരു ധർമ്മങ്ങൾ നമ്മൾക്ക് ബാധയാണ് അല്ലെങ്കിൽ തടസ്സമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, എന്നാൽ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ആ ധർമ്മങ്ങൾ ഒരിക്കലും തടസ്സമാകില്ല. അന്തരായിക ധമ്മ, അതായത് ഏത് ധർമ്മങ്ങൾ നമ്മൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുവോ, മുക്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുവോ, ആ ധർമ്മങ്ങളെ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ ചെയ്യുന്നവന് അത് തടസ്സമാകില്ല എന്ന ഒരു മിഥ്യാവാദം ഈ അരിട്ടൻ എന്ന ഭിക്ഷുവിന് ഉണ്ടായി. അരിട്ടന് ഇങ്ങനെ ഒരു മിഥ്യാദിട്ടി ഉണ്ടായി എന്ന് പല ഭിക്ഷുക്കളും കേട്ടു. അപ്പോൾ അവർ അരിട്ടൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, മിത്രമേ അരിട്ട, നിങ്ങൾക്ക് ഇങ്ങനെ പാപകരമായിട്ടുള്ള ഒരു ദിട്ടി ഉണ്ടായിട്ടുണ്ടോ? ബുദ്ധൻ്റെ ധർമ്മത്തിൽ അദ്ദേഹം ഏതൊരു ധർമ്മത്തെ തടസ്സം അല്ലെങ്കിൽ ബാധ എന്ന് പറയുന്നു, അതിനെ സേവിക്കുന്നവന് അത് ഒരിക്കലും തടസ്സമല്ല, ബാധയല്ല. അപ്പോൾ അരിട്ടൻ പറഞ്ഞു, ശരിയാണ് മിത്രങ്ങളെ, ബുദ്ധൻ്റെ ധർമ്മത്തെ ഞാൻ അറിഞ്ഞത് പ്രകാരം ഏതൊരു കാര്യങ്ങൾ അദ്ദേഹം ബാധയാണ് എന്ന് പറഞ്ഞു, അത് സേവിക്കുന്നവന് ഒരിക്കലും ബാധയല്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നവന് അത് ഒരിക്കലും ബാധയല്ല. അതിനാൽ ആ ഭിക്ഷുക്കൾ അരിട്ടൻ്റെ ഈ പാപകരമായിട്ടുള്ള മിഥ്യാദിട്ടിയിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാനായിട്ട് അവർ ഒരുപാട് ശ്രമിച്ചു. അവൻ്റെ പുറകെ പോയി ഒരുപാട് സമ്മർദ്ദം ചെലുത്തി മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. അരിട്ട, ഒരിക്കലും ഇങ്ങനെ പറയരുത്, ഒരിക്കലും ബുദ്ധനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്, ചിത്രീകരിക്കരുത്. ബുദ്ധനെ ഈ തരത്തിൽ ചിത്രീകരിക്കുന്നത് നല്ലതല്ല. ബുദ്ധൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ബുദ്ധൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബാധയുണ്ടാക്കുന്ന ധർമ്മങ്ങൾ ബാധ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് ചെയ്യുന്നവന് അത് തീർത്തും തടസ്സമായിട്ട് നിൽക്കും. ഇവിടെ തടസ്സമുണ്ടാക്കുന്ന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങളെ പറ്റിയിട്ടാണ്. രാഗസംബന്ധിതമായിട്ടുള്ള, ദ്വേഷ സംബന്ധിതമായിട്ടുള്ള, മോഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ധർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് മുക്തിക്ക് തടസ്സം തന്നെയാണ്, നിർവ്വാണത്തിന് തടസ്സം തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ ബാധകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. പാലിയിൽ അതിൻ്റെ വേർഡാണ് അന്തരായിക ധമ്മ. ബുദ്ധൻ പല പര്യായങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട്. പാപഞ്ചധമ്മ, അതേപോലെ തന്നെ അകുശലധമ്മ, അങ്ങനെ പല സമയത്തും അദ്ദേഹം പല വാക്കുകളാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. ചില സമയത്ത് അങ്കണ എന്ന് പറയും, ചില സമയത്ത് ക്ലേശം എന്ന് പറയും. ബുദ്ധൻ ഇന്ദ്രിയ സുഖങ്ങളെ അല്ലെങ്കിൽ കാമങ്ങളെ അത് തൃപ്തി തരാത്തതാണ്, ഒരുപാട് ദുഃഖവും പ്രയാസവും തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അത് ഭയാവഹമാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണ് എന്ന് അദ്ദേഹം പല പര്യായങ്ങളിലൂടെ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത്, പല സൂത്രങ്ങളിലും അദ്ദേഹം ഈ കാമസുഖങ്ങളെ പല ദൃഷ്ടാന്തങ്ങളിലൂടെ അത് വളരെ തെറ്റാണ്, നമ്മൾക്ക് ദുഃഖം തരുന്നതാണ് എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അസ്ഥികൂടത്തോട് ഉപമിച്ച്, ഒരു മാംസകഷ്ണത്തോട് ഉപമിച്ച്, പുല്ലിൻ്റെ ഒരു പന്തത്തോട് ഉപമിച്ച്, കത്തുന്ന കൽക്കരിയോട് ഉപമിച്ച്, സ്വപ്നത്തോട് ഉപമിച്ച്, മറ്റുള്ളവരോട് കടം വാങ്ങിയ വസ്തുക്കളോട് ഉപമിച്ച്, ഒരു മരത്തിൻ്റെ പഴത്തിനോട് ഉപമിച്ച്, ഒരു കശാപ്പുകാരൻ്റെ കത്തി അതേപോലെ തന്നെ മരക്കട്ട അതിനോട് ഉപമിച്ച്, ഒരു വാളിനോട് ഉപമിച്ച്, ഒരു പാമ്പിൻ്റെ തലയോട് ഉപമിച്ച്, ബുദ്ധൻ പറയുന്നത് നമ്മളുടെ 5 ഇന്ദ്രിയ സുഖങ്ങൾ അത് നമ്മൾക്ക് ഒരിക്കലും തൃപ്തി തരില്ല, ഒരുപാട് ശോകവും ദുഃഖവും നമ്മൾക്ക് തരുന്നതാണ്. അതിന് ഒരുപാട് ഭയമുണ്ട്, ആദിനവുമാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
ഇവിടെ കാമം അല്ലെങ്കിൽ 5 ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പ്രിയ രൂപം, പ്രിയപ്പെട്ട ഗന്ധം, പ്രിയപ്പെട്ട ശബ്ദം, പ്രിയപ്പെട്ട രുചി, പ്രിയപ്പെട്ട സ്പർശം, ഇതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം കാമം അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ആ ഭിക്ഷുക്കൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അരിഷ്ടൻ ആ പാപബുദ്ധിയെ വിട്ടില്ല. ആ തെറ്റായിട്ടുള്ള ദർശനത്തെ ഉപേക്ഷിക്കാൻ അരിഷ്ടൻ തയ്യാറായില്ല. ആ ഭിക്ഷുക്കൾക്ക് അരിഷ്ടൻ്റെ ആ പാപധർമ്മത്തിൽ നിന്ന് വിമുക്തനാക്കാൻ കഴിയാത്തതിനാൽ അവർ ബുദ്ധൻ്റെ അടുത്ത് പോയി ബുദ്ധനെ വന്ദിച്ചു. വന്ദിച്ചതിന് ശേഷം ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ബുദ്ധനോട് അവർ നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു. പിന്നെ വീണ്ടും വീണ്ടും ആവർത്തനമാണ്, നമ്മളത് വീണ്ടും പറയുന്നില്ല. അരിഷ്ടന് ഇങ്ങനെയൊരു മിഥ്യാദിട്ടി ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മം ഞാൻ അറിഞ്ഞത് പ്രകാരം ഏതൊരു കാര്യങ്ങൾ അദ്ദേഹം ബാധയാണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ തടസ്സമാണെന്ന് പറഞ്ഞോ അത് ചെയ്യുന്നവന് അതൊരിക്കലും തടസ്സമല്ല. അപ്പോൾ ഭഗവാൻ ബുദ്ധൻ ഒരു ഭിക്ഷുവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭിക്ഷു, ദയവ് ചെയ്ത് മുൻപ് പരുന്തിനെ പിടിച്ചുകൊണ്ടിരുന്ന ആ അരിഷ്ടൻ എന്ന ഭിക്ഷുവിനെ വിളിക്കൂ. ശാസ്താവ് അല്ലെങ്കിൽ ഗുരു നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയൂ. അരിഷ്ടൻ പൂർവാശ്രമത്തിൽ പരുന്തിനെ പിടിച്ച് ഉപജീവനം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷു ഭഗവാന് പ്രത്യുത്തരം കൊടുത്തു. എന്നിട്ട് അരിഷ്ടൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അരിഷ്ടനോട് ഇങ്ങനെ പറഞ്ഞു, മിത്ര അരിഷ്ട, ഭഗവാൻ താങ്കളെ വിളിക്കുന്നു. ശരി മിത്രമേ എന്ന് പറഞ്ഞ് അരിഷ്ടൻ പ്രത്യുത്തരം കൊടുത്തു. അരിഷ്ടൻ ബുദ്ധൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വണങ്ങി. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ബുദ്ധൻ അരിഷ്ടനോട് ഇങ്ങനെ പറഞ്ഞു, അരിഷ്ട, ഇത് സത്യമാണോ? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പാപദൃഷ്ടി ഉണ്ടായി എന്നത് സത്യമാണോ? ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മത്തെ ഞാൻ ഇപ്രകാരമാണ് മനസ്സിലാക്കുന്നത്. ഏതൊരു ധർമ്മം ബാധയാണെന്ന്, തടസ്സമാണെന്ന് ഭഗവാൻ പറഞ്ഞു, അത് അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് അത് ഒരിക്കലും തടസ്സമല്ല. ഇപ്പോൾ അരിഷ്ടൻ പറഞ്ഞു, തീർച്ചയായിട്ടും ബന്ദേ, ബുദ്ധൻ്റെ ധർമ്മത്തിൽ ഞാൻ ഇങ്ങനെയാണ് അറിഞ്ഞത്. ഏതൊരു ധർമ്മം തടസ്സമാണോ ആ ധർമ്മം അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും തടസ്സമല്ല. അപ്പോൾ ബുദ്ധൻ ശകാരിച്ചുകൊണ്ട് ആ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു, മോഹപുരുഷ, ഞാൻ ഈ തരത്തിലാണ് പഠിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ഒരുപാട് ഉദാഹരണം കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? തടസ്സമാകുന്ന ധർമ്മങ്ങൾ തടസ്സം തന്നെയാണ്. അത് ഉപയോഗിക്കുന്നവന് അത് തീർത്തും തടസ്സമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അത് ചെയ്യുന്നവന് അത് ഒരു പ്രതിബന്ധമാണെന്ന് ഞാൻ പല ഉദാഹരണത്തിലൂടെ പറഞ്ഞിട്ടില്ലേ? കാമങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ ഒരിക്കലും തൃപ്തി തരില്ല. അത് ഒരുപാട് ദുഃഖത്തിനും പ്രയാസത്തിനും കാരണമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് ഭയാനകമാണ്. അതിന് ഒരുപാട് കുറവുകൾ ഉണ്ട് എന്ന് ഞാൻ പല ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കിയിട്ടില്ലേ? അസ്ഥികൂടത്തിൻ്റെ ഉദാഹരണത്തിലൂടെ, മാംസകഷ്ണത്തിൻ്റെ, പുല്ലിൻ്റെ ഒരു പന്തത്തോട് ഉപമിച്ച്, കത്തുന്ന കൽക്കരിയോട് ഉപമിച്ച്, സ്വപ്നത്തോട് ഉപമിച്ച്, കടം വാങ്ങിയ വസ്തുക്കളോട് ഉപമിച്ച്, ഒരു മരത്തിൻ്റെ പഴത്തോട് ഉപമിച്ച്, ഒരു കശാപ്പുകാരൻ്റെ കത്തിയോടും അതേപോലെ തന്നെ മരക്കഷ്ണത്തോടും ഉപമിച്ച്, ഒരു വാളിനോട് ഉപമിച്ച്, ഒരു പാമ്പിൻ്റെ തലയോട് ഉപമിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയ സുഖങ്ങൾ അല്ലെങ്കിൽ കാമങ്ങൾ നമ്മൾക്ക് ഒട്ടും തന്നെ തൃപ്തി തരില്ല. അതുകൂടാതെ ഒരുപാട് ദുഃഖവും പ്രയാസവും അതുമൂലം നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും. അത് ഭയാവഹമാണ്. അതിൽ ഒരുപാട് കുറവുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും നിങ്ങൾ അതിനെ തെറ്റായിട്ട് ഗ്രഹിച്ചു. എന്നിട്ട് എന്നെ തെറ്റായിട്ട് ചിത്രീകരിച്ചു. നിങ്ങൾ സ്വന്തം ഹാനിയുണ്ടാക്കി. അതുകൂടാതെ ഒരുപാട് പാപങ്ങൾ സമ്പാദിച്ചു. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഒരുപാട് കാലത്തേക്ക് അഹിതത്തിന്, ദുഃഖത്തിന് കാരണമാകും. അതിനുശേഷം ബുദ്ധൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ ധർമ്മ വിനയത്തിൽ ഈ അരിഷ്ടൻ എന്ന ഭിക്ഷു അല്പമെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഭിക്ഷുക്കൾ പറഞ്ഞു, ഒരിക്കലും ഇല്ല ബന്ദേ, ഒട്ടും തന്നെ ഇല്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ അരിഷ്ടൻ ഉത്തരം മുട്ടി നിശബ്ദനായി താഴോട്ട് നോക്കി കുനിഞ്ഞിരുന്നു.
ഒരുപാട് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടായി. ഒന്നും തന്നെ പറയാനില്ലായിരുന്നു. അരിഷ്ടന് തൻ്റെ തെറ്റ് മനസ്സിലായി എന്ന് അറിഞ്ഞപ്പോൾ ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു: മോഹപുരുഷ, നിൻ്റെ തെറ്റായിട്ടുള്ള ഈ ഗ്രഹണവും ദർശനത്താൽ ആൾക്കാർ നിന്നെ അറിയും. ഭഗവാന്റെ വാക്കുകൾ വളരെ ശരിയാണ്. നമ്മൾ 2500 വർഷങ്ങൾക്ക് ശേഷവും അരിഷ്ടനെ അവൻ്റെ തെറ്റായിട്ടുള്ള ഗ്രഹണത്താൽ, തെറ്റായിട്ടുള്ള ദൃഷ്ടിയാൽ ഇന്നും അറിയുന്നു. ഈ കാര്യത്തെപ്പറ്റി ഞാൻ ഭിക്ഷുക്കളോട് ചോദിക്കും. അതിനുശേഷം ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഇവിടെ ഭഗവാൻ എന്ന വാക്ക് രാഗം, ദ്വേഷം, മോഹം ഇത് ഇല്ലാതായിട്ടുള്ള വ്യക്തിയെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഈശ്വരനെയോ പരമാത്മാവിനെയോ അല്ല ഭഗവാൻ എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഭിക്ഷുക്കളെ, അരിഷ്ടൻ പറഞ്ഞ പ്രകാരമാണോ എൻ്റെ ധർമ്മത്തെ നിങ്ങൾ മനസ്സിലാക്കിയത്? തെറ്റായ ഗ്രഹണം മൂലമാണ് അരിഷ്ടൻ എന്നെ ഈ രീതിയിൽ തെറ്റായിട്ട് ചിത്രീകരിച്ചത്. അതുമൂലം അവൻ സ്വയം ഹാനിയുണ്ടാക്കി, ഒരുപാട് പാപങ്ങൾ സമ്പാദിച്ചു. ഭിക്ഷുക്കൾ പറഞ്ഞു: ഇല്ല ബന്ദേ, ഭഗവാൻ പല ഉദാഹരണങ്ങളിലൂടെ തടസ്സമുണ്ടാക്കുന്ന ധർമ്മങ്ങൾ തടസ്സമുണ്ടാക്കുന്നത് തന്നെയാണ്, അത് ചെയ്യുന്നവന് അത് തടസ്സമുണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കാമങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടും തന്നെ തൃപ്തി തരുന്നതല്ല. അത് ഒരുപാട് ദുഃഖത്തിനും അതേപോലെ തന്നെ പ്രശ്നങ്ങൾക്കും കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അത് ഭയാനകമാണ്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് റിപ്പീറ്റേഷനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അസ്ഥികൂടത്തിൻ്റെ, മാംസകഷ്ണത്തിൻ്റെ, വാളിൻ്റെ, അതേപോലെ തന്നെ ഒരു പാമ്പിൻ്റെ തലയുടെ ഉദാഹരണം കൊണ്ട് ഭഗവാൻ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, കാമസുഖങ്ങൾ ഒട്ടും തന്നെ തൃപ്തി തരില്ല. അത് ഒരുപാട് ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമാണ്. അത് ഒരുപാട് ഭയങ്ങൾക്ക് കാരണമാണ്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു: സാധു സാധു, വളരെ നന്നായി, വളരെ നന്നായി ഭിക്ഷുക്കളെ. എൻ്റെ ധർമ്മത്തെ നിങ്ങൾ ഈ രീതിയിൽ മനസ്സിലാക്കിയത് വളരെ നന്നായി. എന്തെന്നാൽ ഒരുപാട് ഉദാഹരണത്തിലൂടെ ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ധർമ്മങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് ഉപയോഗിക്കുന്നവനെ ആ തടസ്സങ്ങൾ തന്നെയാണ്. പിന്നീടും നേരത്തെ പറഞ്ഞ എല്ലാം തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാമസുഖങ്ങൾ ഒരിക്കലും തൃപ്തി തരില്ല. അവ ഒരുപാട് ദുഃഖവും പ്രയാസവുമാണ് തരുന്നത്. അതുകൂടാതെ അത് ഭയം തരുന്നതാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണ്. എന്നാൽ അരിഷ്ടൻ ഇതിനെ തെറ്റായിട്ട് മനസ്സിലാക്കി എന്നെ തെറ്റായിട്ട് ചിത്രീകരിച്ചു. അതുമൂലം അവൻ സ്വയം തന്നെ ദ്രോഹിച്ചു. അതുകൂടാതെ ഒരുപാട് പാപങ്ങൾ അവൻ സമ്പാദിച്ചു. ഇതുമൂലം അവന് ദീർഘകാലത്തേക്ക് ദുഃഖവും അതേപോലെ തന്നെ ബുദ്ധിമുട്ടും ഉണ്ടാകും. സോവത വിക്കവേ അന്യത്രേവ കാമേഹി അന്യത്ര കാമസഞ്ജായ അന്യത്ര കാമവിതക്കേഹി കാമേ പടിസേവിസതീതി നേതം ഠാനം വിജ്ജതി. ഭിക്ഷുക്കളെ, അന്യത്രേവ കാമേഹി, ഇന്ദ്രിയ സുഖങ്ങൾക്ക് ആഗ്രഹം ഇല്ലാതെ, അന്യത്ര കാമസഞ്ജായ, ഇന്ദ്രിയ സുഖങ്ങളുടെ സംജ്ഞ ഇല്ലാതെ അല്ലെങ്കിൽ സംഖ്യ ഇല്ലാതെ, അന്യത്ര കാമവിതക്കേഹി, ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി ചിന്തിക്കാതെ, കാമേ പടിസേവിസതീതി, ഇന്ദ്രിയ സുഖങ്ങളെ നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതായത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് ആഗ്രഹമില്ലാതെ, അവയെപ്പറ്റി ചിന്തിക്കാതെ, കാമസഞ്ജ കൂടാതെ നമ്മൾക്ക് ഒരിക്കലും ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ കാമസഞ്ജ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് 4 ഭാഗങ്ങളുണ്ട്: വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിജ്ഞാനം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലുണ്ടാകുന്ന അനുഭവങ്ങൾ, അതിനെപ്പറ്റി അറിയുന്നതാണ് വിജ്ഞാനം. സംഖ്യ എന്ന് പറയുന്നത് അത് നല്ലതോ ചീത്തയോ എന്ന് പറയുന്ന, അതിനെ വേർതിരിച്ചറിയുന്ന ഒരു സംഗതി, അതിനെയാണ് സംജ്ഞ എന്ന് പറയുന്നത്. ഇവിടെ കാമസഞ്ജ എന്ന് പറയുന്ന സമയത്ത് ആ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഇത് നല്ലതാണ്, എനിക്ക് വേണം എന്ന് തോന്നുന്ന ആ കാര്യത്തെയാണ് കാമസഞ്ജ എന്ന് പറയുന്നത്. അതില്ലാതെ നമ്മൾക്ക് ഒരിക്കലും കാമസുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കില്ല. ധർമ്മത്തെ ഓർക്കുന്ന
ഒരു മോഹപുരുഷനെ പറ്റി സങ്കല്പിക്കാം. അവൻ ഗദ്യവും പദ്യവും, ചർച്ചകൾ, പദ്യങ്ങൾ, ഉദാനങ്ങൾ, ജീവചരിത്രങ്ങൾ, മുജ്ജന്മത്തിലെ ജീവിതങ്ങൾ, അത്ഭുതകരമായിട്ടുള്ള കഥകൾ, അതേപോലെ തന്നെ പലതരം വ്യാഖ്യാനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം വായിച്ച് പഠിച്ച് ഓർമ്മ വച്ചിട്ടുണ്ട്. ലേക്കിൻ ആ ഓർമ്മ വെച്ച കാര്യങ്ങളുടെ അർത്ഥത്തെ പ്രജ്ഞയാൽ അല്ലെങ്കിൽ ബുദ്ധിയാൽ ആ വ്യക്തി പരിശോധിച്ചിട്ടില്ല. ഇവിടെ പ്രജ്ഞ എന്ന് പറയുന്നത് അനുഭവിച്ച അറിവിനെയാണ് ഇവിടെ പ്രജ്ഞ എന്ന് പറയുന്നത്. അതിനാൽ ആ വ്യക്തിക്ക് പ്രജ്ഞയാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതായത് സ്വന്തം അനുഭവത്താൽ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം അവർ പഠിച്ച് ഓർമ്മിച്ചത് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അതേപോലെ തന്നെ വാദപ്രതിവാദങ്ങളിൽ ജയിക്കാനുമാണ്. ഇന്നും പല വ്യക്തികളും ഫിലോസഫികൾ പഠിക്കാറുണ്ട്. പക്ഷേ ഒന്നും സ്വന്തം അനുഭവത്തിൽ അവർ അറിഞ്ഞിട്ടില്ല. അവർ പഠിക്കുന്നത് മറ്റുള്ളവരോട് തർക്കിക്കാനും അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും മാത്രമാണ് അവർ പഠിക്കുന്നത്. അല്ലാതെ സ്വന്തം അനുഭവത്തിൽ അതിനെ മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. അതിനെ തെറ്റായിട്ട് ഗ്രഹിച്ചത് മൂലം ആ ധർമ്മങ്ങൾ അവരുടെ ദീർഘകാലത്തെ അഹിതത്തിന് അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണമായിട്ട് തീരുന്നു. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ ധർമ്മത്തെ അവർ തെറ്റായിട്ടാണ് ഗ്രഹിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു പാമ്പിനെ ആവശ്യമുണ്ട് എന്ന് കരുതുക. അത് മൂർഖൻ പാമ്പായിരിക്കാം, വിഷമുള്ള പാമ്പായിരിക്കാം. അപ്പോൾ അവർ ആ മൂർഖൻ പാമ്പിനെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ അവർ ഒരു വലിയൊരു കോബ്ര അല്ലെങ്കിൽ മൂർഖൻ പാമ്പിനെ കണ്ടു. അപ്പോൾ അവർ തെറ്റായിട്ട് ആ മൂർഖൻ പാമ്പിൻ്റെ വളയത്തിൽ പിടിച്ചു അല്ലെങ്കിൽ അതിൻ്റെ വാലിൽ പിടിച്ചു. ആ സമയത്ത് ആ മൂർഖൻ പാമ്പ് തിരിഞ്ഞ് അവരെ കൊത്തും. അവരുടെ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ എവിടെയെങ്കിലും കടിക്കും. അത് കാരണം അവർക്ക് മരണമോ അല്ലെങ്കിൽ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താണ്? എന്തെന്നാൽ അവർ ആ സർപ്പത്തെ തെറ്റായിട്ടുള്ള രീതിയിലാണ് പിടിച്ചത്. അതുപോലെ തന്നെ ഒരു മോഹപുരുഷൻ ധർമ്മത്തെ എല്ലാം തന്നെ ഓർക്കുന്നു, എന്നാൽ പ്രജ്ഞയാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അനുഭവിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് അതേ ധർമ്മം തന്നെ അവരുടെ അഹിതത്തിനായിട്ട് ദുഃഖത്തിനായിട്ട് കാരണമാകുന്നു. ഇന്നും മിക്ക സമ്പ്രദായങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അവർ ആ സമ്പ്രദായത്തിലെ അല്ലെങ്കിൽ ആ മതങ്ങളിലെ പുസ്തകങ്ങൾ മാത്രം പഠിക്കുന്നു. അതിനെ ഒരിക്കലും ധ്യാനിച്ച് അനുഭവത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വയം അതിൻ്റെ അർത്ഥം അനുഭവത്തിലൂടെ അറിയാൻ ശ്രമിക്കുന്നില്ല. ഉദാഹരണമായിട്ട് എല്ലാം മായയാണെന്ന് പറയുന്നു. പക്ഷേ എന്താണ് ഈ മായ എന്ന് സ്വന്തം അനുഭവത്തിലൂടെ അവർക്ക് മനസ്സിലായിട്ടില്ല. അത് കാരണം ആ ധർമ്മത്തെ അവർ തെറ്റായിട്ടാണ് ഗ്രഹിച്ചിരിക്കുന്നത്. ആ തെറ്റായിട്ടുള്ള ഗ്രഹണം മൂലം അവർ വിചാരിക്കും എനിക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കും. പക്ഷേ സത്യത്തിൽ അവർക്ക് ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ആ ധർമ്മം തന്നെ അവരുടെ ദീർഘകാലത്തെ ഹാനിക്ക് കാരണമായിട്ട് തീരും എന്ന് പറയുന്നത്. അവർ വാദപ്രതിവാദങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ധർമ്മം പഠിച്ചത്, അല്ലാതെ അതിനെ അനുഭവിച്ച് മനസ്സിലാക്കാൻ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഏതൊരു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശരി, നമ്മൾ ധ്യാനിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് ആ ധർമ്മം കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. കാരണം ധ്യാനിച്ച് നമ്മളുടെ സ്വന്തം അറിവിനാൽ ആ സത്യത്തെ മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വെറും ഗ്രന്ഥം മാത്രമാണ്. നമ്മൾക്ക് അതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. അതാണ് ബുദ്ധൻ ഇവിടെ പറയുന്നത്. അതുമൂലം ആ ധർമ്മങ്ങൾ അവരുടെ ദീർഘകാലത്തെ ഹാനിക്കായിട്ട്, അഹിതത്തിനായിട്ട്, ദുഃഖത്തിനായിട്ട് കാരണമായിത്തീരുന്നു. അതായത് അത് ധർമ്മമാണെങ്കിൽ പോലും അതുകൊണ്ട് അവർക്ക് അഹിതവും ദുഃഖവും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താണ്? അവർ അതിനെ തെറ്റായിട്ടാണ് ഗ്രഹിച്ചിരിക്കുന്നത്. അതായത് സ്വന്തം അനുഭവത്താൽ അവർ അതിനെ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അവർ അതിനെ, ആ ധർമ്മത്തെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഒരു കുലപുത്രൻ്റെ കാര്യമെടുക്കാം, അല്ലെങ്കിൽ ഒരു മാന്യനായിട്ടുള്ളൊരു വ്യക്തിയുടെ കാര്യമെടുക്കാം. ആ വ്യക്തി ആ ധർമ്മത്തെ ഓർത്തു വയ്ക്കുകയാണ്. അത് സൂക്തങ്ങളാകാം, ഗാഥകളാകാം, വ്യാഖ്യാനങ്ങളാകാം, കവിതകളാകാം, ഉദാനങ്ങളാകാം, ഇതിവൃത്തകമായിരിക്കാം, ജാതകമായിരിക്കാം, പൂർവ്വജന്മങ്ങളുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളായിരിക്കാം.
അപ്പോൾ അതിനെ ഓർത്തതിന് ശേഷം ആ ധർമ്മങ്ങളെ പ്രജ്ഞയാൽ ആ വ്യക്തി പരിശോധിക്കുന്നു. ഇവിടെ പ്രജ്ഞ എന്ന് പറയുന്നത് അനുഭവത്തിലൂടെ വരുന്ന അറിവിനെയാണ് ഇവിടെ പ്രജ്ഞ എന്ന് പറയുന്നത്. എന്നിട്ട് ആ ധർമ്മത്തിൻ്റെ അർത്ഥത്തെ പ്രജ്ഞയാൽ അറിഞ്ഞ് അതിനെ സ്വീകരിക്കുന്നു. അതായത് ധ്യാനിച്ച് സ്വന്തം ഉള്ളിൽ സ്വന്തം ജ്ഞാനത്താൽ അറിഞ്ഞ് അതിനെ സ്വീകരിക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ വാദങ്ങളിൽ ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ല ആ വ്യക്തി ആ ധർമ്മത്തെ ഓർത്തത്. അത് ഓർത്തതിൻ്റെ ലക്ഷ്യം ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു. ആ ധർമ്മത്തെ ശരിയായിട്ട് ഗ്രഹിച്ചത് മൂലം ആ ധർമ്മം അവൻ്റെ ദീർഘകാലത്തെ ഹിതത്തിനും സന്തോഷത്തിനും കാരണമായിട്ട് തീരുന്നു. കാരണം ആ വ്യക്തി ആ ധർമ്മത്തെ സ്വന്തം പ്രജ്ഞയാൽ അറിഞ്ഞു, അല്ലെങ്കിൽ അനുഭവത്താൽ അറിഞ്ഞു. നേരത്തെ പറഞ്ഞത് ശ്രുതജ്ഞാനവും ചിന്താജ്ഞാനവും മാത്രമായിരുന്നു. ഇപ്പോൾ അനുഭവജ്ഞാനമുണ്ടായി. ഇതാണ് ഇന്ന് മിക്ക മതങ്ങളിലും ഉള്ള അവസ്ഥ. അവർക്ക് ചിന്താജ്ഞാനവും അതേപോലെ തന്നെ വായിച്ച അറിവും മാത്രമേ ഉള്ളൂ, അനുഭവജ്ഞാനമില്ല. അതുകൊണ്ട് ആ ധർമ്മം അവർക്ക് ഒട്ടും തന്നെ ഗുണം ചെയ്യില്ല എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ ആ ധർമ്മത്തെ ശരിയായിട്ടുള്ള രീതിയിലാണ് ഗ്രഹിച്ചത്. പ്രജ്ഞയാൽ ആ ധർമ്മത്തെ അറിഞ്ഞവരെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഒരു പാമ്പിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു മൂർഖൻ പാമ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി അവർ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ അവർ വലിയ ഒരു മൂർഖൻ പാമ്പിനെ കാണുന്നു. അപ്പോൾ ശ്രദ്ധയോടെ അവർ അതിനെ 2 തലയുള്ള വടി കൊണ്ട് അതിനെ അമർത്തുന്നു. ഇന്ന് നമ്മൾ പാമ്പ് പിടിക്കാനുള്ള ഒരു ഉപകരണം കണ്ടിരിക്കാം. അതിൻ്റെ മുന്നിൽ 2 കൈകൾ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ബാക്കിൽ ഒരു ലിവർ പോലെയുള്ള സാധനമുണ്ട്. അതിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂർഖൻ പാമ്പിനെ ആ വടി കൊണ്ട് പിടിക്കും. ഇതേ ഒരു സാധനമാണ് 2500 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഒരു വടിയായിരുന്നു. വടിയുടെ അറ്റത്ത് 2 കമ്പുകൾ മാത്രം ഉണ്ടായിരിക്കും. അങ്ങനെ ശ്രദ്ധാപൂർവം ആ പാമ്പിനെ അമർത്തിയതിന് ശേഷം മാത്രമായിരിക്കും അവർ ആ പാമ്പിൻ്റെ കഴുത്തിൽ ശ്രദ്ധാപൂർവം പിടിക്കുന്നത്. ആ പാമ്പിനെ ശ്രദ്ധാപൂർവം അതിൻ്റെ കഴുത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ശരീരം കൊണ്ട് അവരുടെ കയ്യിലും അതേപോലെ തന്നെ കാലിലും ഒക്കെ വളഞ്ഞു പിടിച്ചേക്കാം. പാമ്പ് സ്വന്തം ശരീരത്താൽ അവരുടെ കൈയോ അല്ലെങ്കിൽ കാലിനെയോ വളഞ്ഞ് അതിൽ പിടിക്കും എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും അതുകൊണ്ട് അവർക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകില്ല. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ ആ പാമ്പിനെ ശരിയായിട്ടുള്ള രീതിയിലാണ് പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുലപുത്രൻ ധർമ്മത്തെ പഠിച്ച് ഓർക്കുന്നു. ഓർത്തതിന് ശേഷം അതിനെ പ്രജ്ഞയാൽ അറിയാൻ ശ്രമിക്കുന്നു. പ്രജ്ഞയാൽ അറിഞ്ഞതിന് ശേഷം അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ ഗ്രഹിക്കുന്നു. അതുമൂലം ആ ധർമ്മം അവന് ദീർഘകാലത്തേക്ക് ഹിതത്തിനും സുഖത്തിനും കാരണമായിട്ട് തീരുന്നു. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ധർമ്മത്തെ ശരിയായിട്ടുള്ള രീതിയിലാണ് അവൻ ഗ്രഹിച്ചത്. അതായത് സ്വന്തം അനുഭവത്താലാണ് ആ വ്യക്തി ധർമ്മത്തെ മനസ്സിലാക്കിയത്. അല്ലാതെ ഓർത്തു വയ്ക്കുക മാത്രം ചെയ്തതല്ല. ധ്യാനിച്ച് സ്വന്തം പ്രജ്ഞയാൽ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ വ്യക്തി ധർമ്മത്തെ ഗ്രഹിച്ചത്. അതിനാൽ ഭിക്ഷുക്കളെ, ഞാൻ പറഞ്ഞത് ശരിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ അതിനെ ഓർത്തു വയ്ക്കണം. എന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ എന്നോട് അതിനെപ്പറ്റി ചോദിക്കണം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്രജ്ഞാവാനായിട്ടുള്ള ഭിക്ഷുവിനോട് അത് ചോദിക്കണം. ഭിക്ഷുക്കളെ, ഞാൻ ധർമ്മത്തിൻ്റെ ഉദാഹരണം ഒരു തോണിയോട് ഉപമിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരാം. അതുകൊണ്ട് നിങ്ങൾ തരണം ചെയ്യണം. ഒരു കാരണവശാലും അതിനെ പിടിച്ച് ഇരിക്കരുത്. അതായത് തോണി നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നദിയുടെ അപ്പുറം കടക്കാനാണ്. അതുപോലെ ധർമ്മം സംസാര സാഗരത്തിന് അപ്പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അതിനെ പിടിച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നദി കടന്നു കഴിഞ്ഞാൽ പിന്നെ ബോട്ടിനെ നമ്മൾ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരിക്കലും ബോട്ടിനെയും നമ്മൾ തലയിലെടുത്ത് നടക്കില്ല. അതുപോലെയാണ് കാര്യങ്ങൾ. അതിനാൽ കേൾക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഞാൻ പറയാം. ബുദ്ധൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്പം ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കണം. കാരണം ഏത് സമയത്ത് ബുദ്ധൻ പറയുന്നു ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ മനസ്സിനെ ഇതിൽ തന്നെ നിർത്തണം, ഞാൻ പറയും എന്ന് പറയുന്ന സമയത്ത്
ആ ഉപദേശം കേൾക്കുന്നതിലൂടെ തന്നെ പലർക്കും മുക്തി കിട്ടുന്നതാണ്, ശ്രോതാപന്നൻ ആയിട്ട് തീരുന്നതാണ്, സഗ്ദാഗാമി, അനാഗാമി, അർഹന്തൻ എന്നുള്ള അവസ്ഥയിൽ എത്താൻ അത് കാരണമാകും. തീർച്ചയായും എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഒരു റോഡിലൂടെ നടന്നു പോവുകയാണ് എന്ന് കരുതുക. അപ്പോൾ അവർ ഒരു വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ നദിയെ അവർ കണ്ടു. അതിൻ്റെ ഇക്കര ഭയങ്കര അപകടം നിറഞ്ഞതാണ്, ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ ആ വെള്ളപ്പൊക്കത്തിൻ്റെ അല്ലെങ്കിൽ ആ നദിയുടെ അക്കര എന്ന് പറയുന്നത് അവിടെ ഒരു പ്രശ്നവുമില്ല, വളരെ സുഖമുള്ളതാണ്, പ്രശ്നം ഇല്ലാത്തതാണ്. എന്നാൽ ആ വെള്ളപ്പൊക്കത്തിൻ്റെ നദി നമ്മൾ മറുകര കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു പാലമോ അല്ലെങ്കിൽ ഒരു തോണിയോ ഇല്ല. അപ്പോൾ അവർ ഇങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ട് ഞാൻ കുറച്ച് പുല്ലുകൾ, അതേപോലെ തന്നെ കമ്പുകൾ, മരക്കഷ്ണങ്ങൾ, ഇലകൾ എന്നിവയെല്ലാം എടുത്തുകൊണ്ട് ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു തോണി നിർമ്മിച്ചുകൂടാ? ആ തോണിയിലിരുന്ന് ഞാൻ എൻ്റെ 2 കൈയും 2 കാലും കൊണ്ട് തുഴഞ്ഞ് മറുകരയെത്തും. സുരക്ഷിതമായി അപകടമില്ലാത്ത ആ മറുകരയിൽ എത്തിച്ചേരാൻ സാധിക്കും. മറുകര എന്ന് പറയുന്നത് മുക്തിയാണ്. അപ്പോൾ അവർ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അവർ മരക്കഷ്ണങ്ങളും അതേപോലെ തന്നെ കമ്പുകളും ഇലകളും പുല്ലുകളും എല്ലാം കൊണ്ട് ഒരു തോണി ഉണ്ടാക്കിയതിന് ശേഷം ആ തോണിയിലിരുന്ന് 2 കൈയും 2 കാലും കൊണ്ട് തുഴഞ്ഞ് നദിക്ക് അപ്പുറത്തെത്തി. അപ്പോൾ അവർ ആ നദിയുടെ അക്കരെ എത്തി. അപ്പോൾ അവർ ഇങ്ങനെ വിചാരിക്കും, ഈ തോണി എനിക്ക് വളരെ സഹായകരമായിരുന്നു. ഈ തോണിയിലിരുന്ന് 2 കൈയും 2 കാലും കൊണ്ട് തുഴഞ്ഞപ്പോഴാണ് ഞാൻ ഇക്കരെ എത്തിയത്. എന്തുകൊണ്ട് ഇതിനെ തോളിലേറ്റി അല്ലെങ്കിൽ തലയിലേറ്റി ഞാൻ എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം ഇതിനെ എൻ്റെ കൂടെ കൊണ്ടുപോയി കൂടാ? ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ആ തോണി കൊണ്ട് എന്ത് ചെയ്യണമോ അതാണോ ആ വ്യക്തി ചെയ്യുന്നത്? അല്ല ബന്ദേ. അപ്പോൾ ആ വ്യക്തി തോണിയെ എന്താണ് ചെയ്യേണ്ടത്? അവർ ആ നദിയുടെ മറുകര കടന്നതിന് ശേഷം അവർ ഇങ്ങനെ ചിന്തിക്കണം, ഈ തോണി എനിക്ക് വളരെ സഹായകരമായിരുന്നു. ഒന്നില്ലെങ്കിൽ ഞാൻ ഇതിനെ വലിച്ചു കയറ്റി കരയിലിടണം, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ അതിനെ ഒഴുകിപ്പോകാൻ സമ്മതിക്കണം. അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ളിടത്ത് സ്വയം പോകാവുന്നതാണ്. അതാണ് ആ തോണിയോട് ആ വ്യക്തിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ഒരു തോണിയുടെ ഉദാഹരണം കൊണ്ട് നിങ്ങളോട് പറഞ്ഞത് മറുകര കടക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ മുറുകെ പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ തോണിയുടെ ഉദാഹരണത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ധർമ്മത്തെയും ഉപേക്ഷിക്കാം, അതേപോലെ തന്നെ ധർമ്മത്തിൻ്റെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളെയും ഉപേക്ഷിക്കാം. ഭിക്ഷുക്കളെ, ദിഷ്ഠിക്ക് ഈ 6 കാരണങ്ങൾ ഉണ്ട്. ഇവിടെ ദിഷ്ഠി എന്ന് പറയുന്നത് മിഥ്യാദിഷ്ഠിയാണ്, അതായത് മിഥ്യാദർശനമാണ്. അതിന് 6 സ്ഥാനങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ 6 സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സാധാരണ ഒരു വ്യക്തിയുടെ കാര്യം എടുക്കാം. ആ വ്യക്തി ആര്യന്മാരെ ഒരിക്കലും കണ്ടിട്ടില്ല. ആര്യധർമ്മത്തിൽ അവർ പ്രശിക്ഷണം നേടിയിട്ടില്ല, അതിൽ പ്രാവീണ്യം നേടിയിട്ടില്ല. സത്പുരുഷന്മാരെ അവർ കണ്ടിട്ടില്ല, അവരുടെ ശിക്ഷയിൽ അവർ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ പ്രാവീണ്യം നേടുകയോ ചെയ്തിട്ടില്ല. ഇവിടെ ആര്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവ്വാണം ലഭിച്ചവർ, മുക്തി ലഭിച്ചവർ എന്നാണ് അർത്ഥം. രൂപം ഏതം മമ യേസോഹമസ്മി യേസോമി അത്താദി സമനുപස්සതി. അവർ രൂപത്തെ ഇങ്ങനെ കരുതുന്നു, ഏതം മമ, ഇത് എൻ്റെയാണ്, യേസോഹമസ്മി, ഞാൻ ഇതാണ്, യേസോ മേ അത്താദി, ഇത് എൻ്റെ ആത്മാവാണ്. ഇവിടെ രൂപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ശരീരം തന്നെയാണ്. അതുപോലെ തന്നെ അവർ വേദന അല്ലെങ്കിൽ അനുഭവങ്ങളെ ഇങ്ങനെ വിചാരിക്കുന്നു, ഇത് എൻ്റെയാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ ആത്മാവാണ്. അതേപോലെ തന്നെ സംഖ്യകളെയും അവർ ഇപ്രകാരം കരുതുന്നു, ഇത് എൻ്റേതാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ ആത്മാവാണ്. അതേപോലെ തന്നെ സംസ്കാരങ്ങളെയും അവർ ഇത് ഇങ്ങനെ കരുതുന്നു, ഇത് എൻ്റേതാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ ആത്മാവാണ്.
അതേപോലെ തന്നെ വിജ്ഞാനത്തെയും അവർ ഇങ്ങനെ കരുതുന്നു, ഇത് എൻ്റെയാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ ആത്മാവാണ്. അവർ ഏതൊന്ന് കാണുന്നുവോ കേൾക്കുന്നുവോ ചിന്തിക്കുന്നുവോ അറിയുന്നുവോ പ്രാപിക്കുന്നുവോ അന്വേഷിക്കുന്നുവോ തേടുന്നുവോ ഇതെല്ലാം മനസ്സുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവർ ഇങ്ങനെ കരുതുന്നു, ഇത് എൻ്റെയാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ഇത് ദിഠ്ഠിയുടെ ഒരു സ്ഥാനമാണ്. ഈ പ്രപഞ്ചവും ഞാനും ഒന്നു തന്നെയാണ്, ഏകമാണ്. മരണശേഷം ഞാൻ നിത്യമായിട്ട് തീരും, ശാശ്വതം, ധ്രുവം, മാറ്റമില്ലാത്തത്. അതുകൂടാതെ എന്നേക്കുമായിട്ട് ഞാൻ നിലനിൽക്കും. അവർ ഇതിനെയും ഏതം മമ യേസോഹമസ്മി യേസോമേ അത്താതി, ഇത് എൻ്റെയാണ്, ഞാൻ ഇതാണ്, എൻ്റെ ആത്മാവാണ് എന്ന് അവർ കരുതുന്നു. ഇവിടെ പറഞ്ഞത് അദ്വൈതവാദത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഈ പ്രപഞ്ചവും ഞാനും ഒന്നാണ്, പ്രപഞ്ചത്തിലുള്ളതും എന്നിലുള്ളതും ഒന്നാണ്. മരണശേഷം ഞാൻ അത് തന്നെയായിട്ട് തീരുന്നു, നിത്യമായിട്ട് ശാശ്വതമായിട്ട് ധ്രുവമായിട്ട് തീരുന്നു. എന്നിട്ട് ഈ വിശ്വാസത്തെ അവർ എൻ്റേതാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ ആത്മാവാണ്, അല്ലെങ്കിൽ ആ ഒരു ആത്മബോധത്തെ അവർ ഈ രീതിയിലാണ് കരുതുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ കരുതുന്നതിൻ്റെ കാരണം അവർ അനുഭവിച്ചിട്ടില്ല. ഉള്ളിൽ നിത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ധ്രുവമായിട്ടുള്ള ഒരു സാധനമുണ്ടോ എന്ന് അവർ അനുഭവിച്ചിട്ടില്ല. അവർ പുസ്തകങ്ങളിൽ വായിച്ചു അങ്ങനെ ഒരു സാധനമുണ്ടെന്ന്, അപ്പോൾ അവർ അത് വിശ്വസിക്കുന്നു. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഒരു ആര്യശ്രാവകൻ എന്ന് പറയുമ്പോൾ മുക്തി കിട്ടിയ ഒരു വ്യക്തിയിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം അതിലൂടെ പോകുന്നവൻ. എന്നാൽ ഒരു ആര്യശ്രാവകൻ ആര്യന്മാരെ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ആര്യന്മാരുടെ ധർമ്മത്തിൽ അവർ പ്രാവീണ്യം നേടിയിട്ടുള്ളവരാണ്, ആര്യധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞവരാണ്. അവർ സത്പുരുഷന്മാരെ കണ്ടിട്ടുണ്ട്, സത്പുരുഷ ധർമ്മത്തിൽ അവർ പ്രാവീണ്യം നേടിയിട്ടുണ്ട്, അതിനെ അനുഭവത്തിൽ അറിഞ്ഞിട്ടുണ്ട്. അവർ രൂപത്തെ ഇങ്ങനെയാണ് കരുതുന്നത്, ഇത് എൻ്റെയല്ല, ഞാൻ ഇതല്ല, ഇത് എൻ്റെ ആത്മാവല്ല. നേതം മമ നേസോഹമസ്മി ന മേസോ അത്താതി സമനുപസ്സതി. ഇപ്രകാരം അവർ വേദനകളെ ഇങ്ങനെ അറിയുന്നു, ഇത് എൻ്റെയല്ല, ഞാൻ ഇതല്ല, ഇത് എൻ്റെ ആത്മാവല്ല. അതേപോലെ തന്നെ സംഖ്യയെയും അവർ ഇപ്രകാരം അറിയുന്നു, ഇത് എൻ്റെയല്ല, ഞാൻ ഇതല്ല, ഇത് എൻ്റെ ആത്മാവല്ല. സംഖാരങ്ങളെയും അവർ ഇങ്ങനെ അറിയുന്നു, ഇത് എൻ്റെയല്ല, ഞാൻ അതല്ല, ഇത് എൻ്റെ ആത്മാവല്ല. വിജ്ഞാനത്തെയും അവർ ഇങ്ങനെ അറിയുന്നു, ഇത് എൻ്റെയല്ല, ഞാൻ ഇതല്ല, ഇത് എൻ്റെ ആത്മാവല്ല. അതായത് ഇവിടെ പഞ്ചസ്കന്ധങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ എന്നൊരു വ്യക്തി ഈ രൂപവും മനസ്സിൻ്റെ 4 സ്കന്ധങ്ങളും കൂടിയിട്ടുള്ളതാണ്. രൂപം എന്ന് പറയുന്നത് ഈ ശരീരം, മനസ്സിൻ്റെ 4 സ്കന്ധങ്ങൾ എന്ന് പറയുന്നത് വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം. ഇതാണ്. അപ്പോൾ ഇത് ഒന്നും തന്നെ ഞാനല്ല, എൻ്റെയല്ല, എൻ്റെ ആത്മാവല്ല എന്ന് അനുഭവത്തിലൂടെ മനസ്സിലായി. അതാണ് സാധാരണ ഒരു വ്യക്തിയും ഈ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഈ ദിഠ്ഠിയെയും അവർ ഇങ്ങനെയാണ് കാണുന്നത്, ഈ ലോകവും ഞാനും ഒന്നു തന്നെയാണ്, ഏകമാണ്. മരണശേഷം ഞാൻ നിത്യം, ശാശ്വതം, ധ്രുവം, ഒരിക്കലും മാറാത്തത്, എന്നേക്കും നിലനിൽക്കുന്നതാണ്. അവർ ഈ ദർശനത്തെയും ഇങ്ങനെ കരുതുന്നു, ഇത് എൻ്റെയല്ല, ഞാൻ ഇതല്ല, ഇത് എൻ്റെ ആത്മാവല്ല. ഇതിനെ ഇപ്രകാരം കാണുന്നത് കൊണ്ട് നിലനിൽക്കാത്ത ഒന്നിനെപ്പറ്റി അവർ ഉത്കണ്ഠപ്പെടുന്നില്ല. ഭഗവാൻ ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഒരു ഭിക്ഷു അദ്ദേഹത്തോട് ചോദിച്ചു, പുറത്ത് നിലനിൽക്കാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഭഗവാൻ പറഞ്ഞു, ഉണ്ട് ഭിക്ഷുവേ. ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഓ, ഇത് ഒരിക്കൽ എൻ്റെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ അല്ല. ഇത് എൻ്റേത് ആകുമായിരുന്നു, പക്ഷേ എനിക്ക് അത് കിട്ടിയില്ല. അത് കാരണം അവർ ദുഃഖിക്കുന്നു, കരയുന്നു, വിലപിക്കുന്നു. അവരുടെ നെഞ്ചത്തടിച്ച് അവർ കരയുന്നു, എന്നിട്ട് അവർ മോഹിതരാകുന്നു. ഇങ്ങനെയാണ് പുറത്ത് നിലനിൽക്കാത്ത ഒരു കാര്യത്തെപ്പറ്റി അവർ ഉത്കണ്ഠപ്പെടുന്നത്.
അപ്പോൾ ഒരു ഭിക്ഷു അദ്ദേഹത്തോട് ചോദിച്ചു, പുറത്ത് ഏതൊന്ന് നിലനിൽക്കുന്നില്ലയോ, അതിൽ ഉത്കണ്ഠ ഇല്ലാതിരിക്കാൻ സാധ്യമാണോ? ഭഗവാൻ പറഞ്ഞു, സാധ്യമാണ്. ആരെങ്കിലും ഈ രീതിയിൽ ചിന്തിക്കുകയാണ് എന്ന് കരുതുക. ഓ, ഇത് ഒരിക്കൽ എൻ്റേതായിരുന്നു, എന്നാൽ ഇപ്പോൾ എൻ്റേത് അല്ല. ഇത് എൻ്റേത് ആകുമായിരുന്നു, എന്നാൽ എനിക്കത് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ആ വ്യക്തി ചിന്തിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി ദുഃഖിതനാകുന്നില്ല, കരയുന്നില്ല, പരിദേവനം ചെയ്യുന്നില്ല, സ്വന്തം നെഞ്ചത്തടിച്ച് കരയുന്നില്ല. അതുമൂലം അവർ മോഹവിമൂഢിതരും ആകുന്നില്ല. അതുകൊണ്ടാണ് പുറത്ത് ഇല്ലാത്ത ഒന്നിനെപ്പറ്റി അവർ ഉത്കണ്ഠ ഇല്ലാത്തവർ ആകുന്നത്. അപ്പോൾ ഒരു ഭിക്ഷു ചോദിച്ചു, നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത ഒരെണ്ണത്തെപ്പറ്റി അവർ ഉത്കണ്ഠപ്പെടാൻ സാധ്യതയുണ്ടോ? ഭഗവാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഭിക്ഷുവേ. ആരെങ്കിലും ഈ രീതിയിലുള്ള ഒരു ദിഷ്ടിയെപ്പറ്റി ചിന്തിക്കുകയാണ് എന്ന് കരുതുക. ഈ പ്രപഞ്ചവും ഞാനും ഒന്നു തന്നെയാണ്, ഏകമാണ്. മരണശേഷം ഞാൻ നിത്യമായിട്ട് തീരുന്നു, ശാശ്വതം, ധ്രുവം, എന്നെന്നും നിലനിൽക്കുന്നത്, അവിനാശി. അതിനുശേഷം ഞാൻ എന്നെന്നും തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അവർ തഥാഗതനെ പറ്റിയിട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെ പറ്റിയിട്ടോ അവർ കേൾക്കുന്നു. സോ സുനാദി തഥാഗതസ്സ വാ തഥാഗത സാവകസ്സ വാ സബ്ബേസം ദിഠിത്താനാധിഷ്ഠാന പരിയുത്ഥാനാഭിനിവേശ അനുസയനം സമുഖാദായ സബ്ബസംഖാര സമതായ സബ്ബൂപാധി പടിനിസഗ്ഗായ തനഹാഖയായ വിരാഗായ നിരോധായ നിബ്ബാണായ ധമ്മം ദേശന്തസ്. അപ്പോൾ അവർ ഒരു തഥാഗതനെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഇങ്ങനെ പറയുന്നത് അവർ കേൾക്കുന്നു. അവർ ധർമ്മം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: എല്ലാ തരത്തിലുള്ള ദർശനവും അതിൻ്റെ അധിഷ്ഠാനവും അതിനോടുള്ള അഭിനിവേശവും അതിനോടുള്ള ആസക്തിയും ഇല്ലാതാക്കണം, പരിപൂർണമായിട്ടും നഷ്ടമാക്കണം, എല്ലാ സംസ്കാരങ്ങളെയും ശാന്തമാക്കണം, ഉപാധികൾ എല്ലാറ്റിനെയും ഉപേക്ഷിക്കണം, തൃഷ്ണയെ ക്ഷയിപ്പിക്കണം, രാഗമില്ലാതാക്കണം, നിരോധത്തിനുള്ള നിർവ്വാണത്തിനുള്ള ധർമ്മമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ വിചാരിക്കും: ഞാൻ എന്നേക്കുമായിട്ട് ഇല്ലാതായിട്ട് തീരും, ഞാൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും, ഇനി ഒരിക്കലും എനിക്ക് ജന്മമുണ്ടാകില്ല. ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് അവർക്ക് ശോകമുണ്ടാകുന്നു, പരിദേവമുണ്ടാകുന്നു, കരയുന്നു, നെഞ്ചത്തടിച്ച് കരയുന്നു, എന്നിട്ട് സമ്മോഹിതരായിട്ട് തീരുന്നു. ഇങ്ങനെയാണ് ഉള്ളിൽ ഇല്ലാത്ത ഒന്നിനെക്കുറിച്ചിട്ട് ഒരുവന് ഉത്കണ്ഠ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഭിക്ഷു ചോദിച്ചു, ഉള്ളിൽ ഏതൊന്ന് നിലനിൽക്കുന്നില്ലയോ അതിനെപ്പറ്റി ഉത്കണ്ഠ ഇല്ലാതിരിക്കാൻ സാധ്യമാണോ? ബുദ്ധൻ പറഞ്ഞു, തീർച്ചയായിട്ടും സാധ്യമാണ്. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ദിഷ്ടി ഇല്ല എന്ന് കരുതുക. പ്രപഞ്ചവും ഞാനും ഒന്നാണ്, ഏകമാണ്. മരണശേഷം ഞാൻ നിത്യമായിരിക്കും, ശാശ്വതമായിരിക്കും, ധ്രുവമായിരിക്കും, അവിനാശിയാണ്, എന്നെന്നും നിലനിൽക്കും എന്ന മിഥ്യാദിഷ്ടി അവർക്ക് ഇല്ല എന്ന് കരുതുക. അപ്പോൾ അവർ തഥാഗതൻ അല്ലെങ്കിൽ തഥാഗതൻ്റെ ശിഷ്യൻ ധർമ്മം പഠിപ്പിക്കുന്നത് ഇങ്ങനെ കേൾക്കുന്നു: ദിഷ്ടിയുടെ അടിസ്ഥാനം അതിനോടുള്ള ആസക്തി, അതിനോടുള്ള കൂടിച്ചേരൽ, അതിനുവേണ്ടിയുള്ള താൽപ്പര്യം, അതിനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കണം, എല്ലാ സംസ്കാരങ്ങളെയും ശാന്തമാക്കണം, എല്ലാ ഉപാധികളെയും ഉപേക്ഷിക്കണം, തൃഷ്ണയുടെ ക്ഷയത്തിനായിട്ട്, രാഗം ഇല്ലാതാക്കുന്നതിന്, നിരോധത്തിന്, നിർവ്വാണത്തിന് ധർമ്മം പഠിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നില്ല: ഞാൻ നഷ്ടപ്പെടാൻ പോവുകയാണ്, ഞാൻ ഇല്ലാതാകാൻ പോവുകയാണ്, ഇനി ഒരിക്കലും ഞാൻ നിലനിൽക്കില്ല എന്ന് അവർക്ക് തോന്നുന്നില്ല. അതിനാൽ അവർ ശോകിക്കുന്നില്ല, പരിദേവനം ചെയ്യുന്നില്ല, വിലാപം ചെയ്യുന്നില്ല, നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നില്ല, സമ്മോഹിതരാകുന്നില്ല. അങ്ങനെയാണ് ഉള്ളിൽ ഇല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി
അവർക്ക് ഉത്കണ്ഠ ഇല്ലാതിരിക്കുന്നത്. ഭിക്ഷുക്കളെ, ഏതെങ്കിലും കാര്യം എന്നേക്കും നിലനിൽക്കുന്നതാണ്, ഒരിക്കലും നഷ്ടമാകുന്നില്ല, ശാശ്വതമാണ്, നിത്യമാണ്, ധ്രുവമാണ് എങ്കിൽ അതിനെ നമ്മൾ നേടാൻ ശ്രമിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അത് ബുദ്ധിയുക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ നിത്യം, ശാശ്വതം, ധ്രുവം, അവിനാശി, എന്നേക്കും നിലനിൽക്കുന്ന അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല ബന്ദേ. ഭിക്ഷുക്കളെ, നല്ല കാര്യം. ഞാനും അതേപോലെ തന്നെ നിത്യമായിട്ടുള്ള, ശാശ്വതമായിട്ടുള്ള, ധ്രുവമായിട്ടുള്ള, എന്നേക്കും നിലനിൽക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ദുഃഖം തരാത്ത, പ്രയാസം തരാത്ത, ദൗർമനസം തരാത്ത, പരിദേവനം അല്ലെങ്കിൽ കരച്ചിൽ തരാത്ത ആത്മവാദത്തെ ഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല. എന്നാൽ ദുഃഖമോ പ്രയാസമോ പരിദേവമോ കരച്ചിലോ തരാത്ത ഒരു ആത്മവാദത്തിൻ്റെ തത്വശാസ്ത്രത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? കാരണം ആത്മവാദം, അതായത് ഞാൻ ഉണ്ട് എന്ന വാദം വരുമ്പോൾ തന്നെ അത് നഷ്ടമാകുന്നുള്ള ഭീതിയും ഉണ്ട്. അതുകൂടാതെ അത് നഷ്ടമാകുന്ന സമയത്ത് കരച്ചിലും പ്രയാസവും പരിദേവനവും എല്ലാം വരും. അതാണ് ഇവിടെ പറയുന്നത്. ഇല്ല ബന്ദേ, വളരെ നല്ലത് ഭിക്ഷുക്കളെ. ദുഃഖം, ദൗർമനസം, മനപ്രയാസം അങ്ങനെ തരാത്ത ഒരു ആത്മവാദത്തിൻ്റെ തത്വത്തെ ഞാനും കാണുന്നില്ല. ദുഃഖം, ദൗർമനസം, ശോകം, പരിദേവം, കരച്ചിൽ ഇവ ഒന്നും തരാത്ത ഒരു ദർശനത്തിൽ വിശ്വസിക്കുന്നതിൽ അപാകത ഒന്നുമില്ല. അത് നല്ലത് തന്നെയാണ്. എന്നാൽ നിങ്ങൾ ആ രീതിയിലുള്ള ഏതെങ്കിലും ദർശനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല ബന്ദേ. നല്ലത് ഭിക്ഷുക്കളെ. എനിക്കും അത്തരം ഒരു ദർശനം കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ദിട്ടി എന്ന് പറയുന്നത്, ദർശനം എന്ന് പറയുന്നത് മിഥ്യാദിട്ടിയെക്കുറിച്ചിട്ടാണ്, സമ്മാദിട്ടിയെക്കുറിച്ചിട്ട് അല്ല. ഭിക്ഷുക്കളെ, ഒരു ആത്മാവ് ഉണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ ആത്മാവ് നിലനിൽക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇത് എൻ്റെയാണ് എന്ന ഒരു ചിന്ത അവിടെ വരില്ലേ? തീർച്ചയായും ബന്ദേ. എൻ്റെയാണ് എന്ന ചിന്ത അവിടെ വരുന്ന സമയത്ത് എൻ്റെ ആത്മാവ് എന്ന ചിന്ത അവിടെ വരുന്നില്ലേ? ഉണ്ട് ബന്ദേ. ബന്ദേ എന്നാൽ ബഹുമാനത്തോടുകൂടി നാം മുതിർന്ന ഭിക്ഷുക്കളെ വിളിക്കുന്നത് ബന്ദേ എന്നാണ്. എന്നാൽ ആ ആത്മാവിനെയും ആത്മാവിൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യത്തെയും കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ദർശനം തീർത്തും തെറ്റായിട്ടുള്ള ദർശനമല്ലേ? പ്രപഞ്ചവും ഞാനും ഒന്നാണ്, ഏകമാണ്. മരിച്ചതിന് ശേഷം ഞാൻ നിത്യവും ശാശ്വതവും ധ്രുവവും അവിനാശിയും ആയിരിക്കും. ഞാൻ എന്നെന്നും നിലനിൽക്കും. ഈ ദർശനം തെറ്റായില്ലേ? തീർച്ചയായും ബന്ദേ, അത് തെറ്റായിട്ടുള്ള ദർശനം തന്നെയാണ്. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്ത് കരുതുന്നു? രൂപം നിത്യം വാ അനിത്യം വാതി. രൂപം നിത്യമാണോ അനിത്യമാണോ? അനിച്ഛ ബന്ദേ. ബന്ദേ, അത് അനിത്യമാണ്. അനിത്യത്തിൻ്റെ പാലിവാക്കാണ് അനിച്ഛ. യം പനാനിച്ഛം ദുഃഖം വാ തം സുഖം വാതി. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. അത് അനിത്യമാണ്, ദുഃഖമാണ്, ഇല്ലാതാകുന്നതാണ് എങ്കിൽ അതിനെ ഈ രീതിയിൽ കരുതാൻ പറ്റുമോ? ഇത് എൻ്റെയാണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ ആത്മാവാണ് എന്ന്. ഇല്ല ബന്ദേ. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്ത് കരുതുന്നു? വേദന നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ദേ. സംഖ്യ അനിത്യമാണോ നിത്യമാണോ? അനിത്യമാണ് ബന്ദേ. സംസ്കാർ അനിത്യമാണോ നിത്യമാണോ? അനിത്യമാണ് ബന്ദേ. വിജ്ഞാനം അനിത്യമാണോ നിത്യമാണോ? അനിത്യമാണ് ബന്ദേ. അത് അനിത്യമാണെങ്കിൽ ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. അത് അനിത്യമാണ്, ദുഃഖമാണ്, നശിക്കുന്നതാണ് എങ്കിൽ അതിനെ ഇത് എൻ്റെ ആണ്, ഞാൻ ഇതാണ്, ഇത് എൻ്റെ ആത്മാവാണ് എന്ന് കരുതാൻ പറ്റുമോ? ഇല്ല ബന്ദേ. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങൾ എല്ലാ തരത്തിലുമുള്ള രൂപങ്ങൾ, ഭൂതത്തിലെ, ഭാവിയിലെ, വർത്തമാനത്തെ,
അകത്തുള്ളത് പുറത്തുള്ളത്, സ്ഥൂലം സൂക്ഷ്മം, നല്ലത് ചീത്ത, അടുത്ത് ദൂരെ ഉള്ള എല്ലാ രൂപത്തെയും ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കണം. ഇത് എൻ്റെയല്ല, ഞാൻ ഇത് അല്ല, ഇത് എൻ്റെ ആത്മാവല്ല. ഇതേ പ്രകാരത്തിൽ തന്നെ നിങ്ങൾ വേദനയെ, സംഖ്യയെ, സംസ്കാരങ്ങളെ, വിജ്ഞാനത്തെ അറിയണം. ഭൂതം, വർത്തമാനം, ഭാവി, അകത്തുള്ളത് പുറത്തുള്ളത്, സ്ഥൂലം സൂക്ഷ്മം, നല്ലത് ചീത്ത, അടുത്ത് ദൂരെ, ഇങ്ങനെയുള്ള എല്ലാ വിജ്ഞാനത്തെയും ശരിയായിട്ടുള്ള രീതിയിൽ അറിയണം. ഇത് എൻ്റേതല്ല, ഞാൻ ഇതല്ല, ഇത് എൻ്റെ ആത്മാവല്ല. ഇങ്ങനെ കാണുന്ന സമയത്ത് അറിവുള്ള ഒരു ആര്യശ്രാവകൻ രൂപസ്മിം നിഭിന്ദതി, രൂപത്തിൽ ആ വ്യക്തിക്ക് നിർവേദം അല്ലെങ്കിൽ താത്പര്യം ഇല്ലാതാകുന്നു. അതേപോലെ തന്നെ വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം ഇവയിലും താൽപ്പര്യം ഇല്ലാതാകുന്നു. നിബ്ബിത വിരജ്യതി, താൽപ്പര്യം ഇല്ലാതാകുന്ന സമയത്ത് അതിലുള്ള രാഗം നഷ്ടമാകുന്നു. വിരാഗ വിമുച്ഛതി, രാഗം ഇല്ലാതാകുന്ന സമയത്ത് വിമുക്തനാകുന്നു. വിമുക്തസ്മിം വിമുക്തമിതി ജ്ഞാനം ഹോതി, വിമുക്തനാകുന്ന സമയത്ത് വിമുക്തനായി എന്ന ജ്ഞാനം ഉണ്ടാകുന്നു. ക്ഷീണജാതി, എൻ്റെ പുനർജന്മം അവസാനിച്ചു. വുസിതം ബ്രഹ്മചര്യം, എൻ്റെ ആധ്യാത്മിക ജീവിതം അവസാനിച്ചു. കഥം കരണീയം, ഞാൻ എന്തൊന്ന് ചെയ്യേണ്ടിയിരുന്നോ അത് ചെയ്തു. ഇനി എനിക്ക് പുനർജന്മം ഒന്നും ഇല്ല എന്ന് പ്രജ്ഞയാൽ അറിയുന്നു. അതായത് അർഹന്തനായി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അർഹന്തന് ഭഗവാൻ പല പേരുകൾ കൊടുക്കുന്നുണ്ട്. ആ ഭിക്ഷുവിനെ ഞാൻ ഉഖിട്ടപ്പലിഗോ എന്ന് വിളിക്കുന്നു, തടസ്സം നീക്കിയവൻ എന്ന് അർത്ഥം. സങ്കിണ്ണ പരിഖോ, മുഴുവനായിട്ട് മുക്തി നേടിയവൻ എന്ന് പറയുന്നു. അപുന്യസികോ, നിരഗ്ഗലോ, പഞ്ഞാധ്വജോ, പഞ്ഞാഭാരോ, വിസംയുക്തോ, ഇങ്ങനെ പല പേരുകളിൽ അവരെ വിളിക്കുന്നു. ഇനി ഇവരെപ്പറ്റി വിവരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ഭിക്ഷുവിനെ ഉഖിത്ത പലിഗോ ആകുന്നത്? ഒരു ഭിക്ഷു എപ്പോൾ തൃഷ്ണയെ ഉപേക്ഷിക്കുന്നുവോ, അതിൻ്റെ വേരുകളെ ഇല്ലാതാക്കുന്നുവോ, തലമുറിച്ച പന പോലെ ആക്കുന്നുവോ, അതിനെ നഷ്ടമാക്കുന്നുവോ, അതുമൂലം അത് ഒരിക്കലും ഭാവിയിൽ ഉണ്ടാകുന്നില്ല, ആ ഭിക്ഷുവിനെയാണ് ഉഖിട്ട പലിഗോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു സങ്കിണ്ണ പരിഖോ ആകുന്നത്? ഏതെങ്കിലും ഒരു ഭിക്ഷു ഭാവി ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നത് ഇല്ലാതാക്കി, അതിൻ്റെ മൂലത്തെ ഇല്ലാതാക്കി, തല അറ്റ ഒരു പനയെപ്പോലെ ആക്കി, ഭാവിയിൽ അത് ഒരിക്കലും മുളയ്ക്കില്ല. ഇപ്രകാരമാണ് ഒരു ഭിക്ഷു സങ്കിണ്ണ പരിഖോ ആകുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു അബുല്ലേസികോ ആയിട്ട് തീരുന്നത്? ഒരു ഭിക്ഷു തൃഷ്ണയെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചു, അതിനെ വേരോടുകൂടി പിഴുതെറിഞ്ഞു, തലയറ്റ പനമരം പോലെ ആക്കി, അതിനെ ഇല്ലാതാക്കി. അത് കാരണം അത് ഒരിക്കലും ഭാവിയിൽ ഉണ്ടാകില്ല. ഇങ്ങനെയാണ് അബോലേസികോ ആകുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു നിരകളോ ആയിട്ട് തീരുന്നത്? ഒരു ഭിക്ഷു താഴെയുള്ള 5 സംയോജനങ്ങളെ പരിപൂർണമായിട്ടും മുറിച്ചുകൊണ്ട്, മൂലത്താൽ വിച്ഛേദിച്ചുകൊണ്ട്, അതിനെ തലയറ്റ ഒരു പനമരം പോലെ ആക്കി, അതിനെ ഇല്ലാതാക്കി. അതുമൂലം അത് ഭാവിയിൽ വീണ്ടും ഒരിക്കലും മുളയ്ക്കില്ല. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു നിരകളോ ആയിട്ട് തീരുന്നത്. എങ്ങനെയാണ് ഒരു ഭിക്ഷു പന്നദ്ധജ, പന്നഭാരോ, വിസംയുക്തോ ആയിട്ട് തീരുന്നത്? ഒരു ഭിക്ഷു ഞാൻ എന്ന ആ അഭിമാനം ഉപേക്ഷിച്ചു, അതിനെ മൂലത്തോടുകൂടി വിച്ഛേദിച്ചു, അതിനെ തലയില്ലാത്ത പനമരം പോലെ ആക്കി. അതിനാൽ ഇനി അത് ഭാവിയിൽ മുളയ്ക്കില്ല. ഇങ്ങനെയാണ് ഒരു ഭിക്ഷു പടിന്നദ്ധജോ, പന്നഭാരോ, വിസംയുക്തോ ആകുന്നത്. ഒരു ഭിക്ഷുവിൻ്റെ മനസ്സ് ഇപ്രകാരം മുക്തമാകുന്ന സമയത്ത് എല്ലാ ദേവന്മാരും ഇന്ദ്രന്മാരും ബ്രഹ്മനും പ്രജാപതിയും അവർ എങ്ങനെ തന്നെ തിരഞ്ഞു കഴിഞ്ഞാലും അതിനെ കാണാൻ സാധിക്കില്ല. അങ്ങനെയാണ് തഥാഗതൻ്റെ വിജ്ഞാനം
നിലനിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ വർത്തമാനകാലത്തും ആ തഥാഗതനെ കാണാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു. അതായത് തഥാഗതൻ തന്നെ പറയുകയാണ്, ഞാൻ ഈ വർത്തമാനകാലത്ത് പോലും നിലനിൽക്കുന്നില്ല എന്ന്. അതായത് എന്നിൽ നിത്യം ശാശ്വതം ധ്രുവം എന്ന് പറയുന്ന ഒരു കാര്യവും എന്നിൽ ഇല്ല, അതിനാൽ ഞാൻ തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്രകാരമാണ് പറയുന്നത്, ഇപ്രകാരമാണ് പ്രസ്താവിക്കുന്നത്. എങ്കിലും ചില ശ്രമണ ബ്രാഹ്മണന്മാർ എന്നെ തെറ്റായിട്ടുള്ള പൊള്ളയായ നുണയുള്ള കാര്യങ്ങൾ കൊണ്ട് തെറ്റായിട്ട് ചിത്രീകരിക്കുന്നു. ശ്രമണ ഗൗതമൻ ഉച്ഛേദവാദിയാണ്. അദ്ദേഹം നഷ്ടമാക്കുന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്നു, അതിനെ തുടച്ചു നീക്കുന്നു. എന്നാൽ ഞാൻ എന്ത് അല്ലയോ അതിനെപ്പറ്റി അവർ തെറ്റായിട്ട് ചിത്രീകരിക്കുന്നു. ഞാൻ എന്തെന്ന് പറഞ്ഞിട്ടില്ലയോ അത് പറഞ്ഞു എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു ശ്രമണ ഗൗതമൻ ഉച്ഛേദവാദിയാണ്, പരിച്ഛേദവാദിയാണ്, തന്നെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. ബോധത്തിലും അതേപോലെ തന്നെ ഇന്നും ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ദുഃഖവും ദുഃഖ വിമുക്തിയും. എന്നിരുന്നു കഴിഞ്ഞാലും മറ്റുള്ളവർ എന്നെ ചീത്ത പറയുന്നു, ആക്രമിക്കാൻ വരുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാലും തഥാഗതന് അവരോട് ദ്വേഷമോ വെറുപ്പോ വികാരഭരിതനാകുകയോ ചെയ്യുന്നില്ല. മാത്രമല്ല മറ്റുള്ളവർ എന്നെ പൂജിക്കുകയോ ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്താൽ അതുമൂലം എനിക്ക് സന്തോഷമോ അല്ലെങ്കിൽ ആനന്ദമോ വികാരക്ഷോഭമോ ഉണ്ടാകുന്നില്ല. അവർ അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് എങ്കിൽ അദ്ദേഹം കരുതും, അവർ എന്നെ പുകഴ്ത്തുന്നു, അതിന് കാരണം ഭൂതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പരിപൂർണമായിട്ടും മനസ്സിലാക്കി. അതിനാൽ ഭിക്ഷുക്കളെ, മറ്റവർ നിങ്ങളെ നിന്ദിക്കുകയാണ്, ആക്രമിക്കുകയാണ്, ദ്രോഹിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. അതുമൂലം നിങ്ങൾ ഒരിക്കലും അവരോട് വെറുപ്പ്, ദ്വേഷം തുടങ്ങിയവ പ്രകടിപ്പിക്കരുത്, വികാരവിക്ഷോഭങ്ങൾ ഉണ്ടാക്കരുത്. ഇനി ആരെങ്കിലും നിങ്ങളെ പൂജിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്, ആരാധിക്കുകയാണ്, അതുമൂലം നിങ്ങൾക്ക് സന്തോഷമോ വലിയ ആനന്ദമോ അല്ലെങ്കിൽ വികാരക്ഷോഭങ്ങളോ ഉണ്ടാകരുത്. അവർ നിങ്ങളെ പുകഴ്ത്തുകയാണെങ്കിൽ ഇങ്ങനെ കരുതുക, അവർ ഇങ്ങനെ ചെയ്യുന്നത് ഭൂതത്തിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ്. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങൾക്ക് ഇല്ലാത്തതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. അതിനെ ഉപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നേക്കും ശാശ്വതമായിട്ടുള്ള ഹിതത്തിനും സുഖത്തിനും അത് കാരണമായിട്ട് തീരുന്നു. എന്താണ് നിങ്ങളുടേതല്ലാത്തത്? രൂപം നിങ്ങളുടേതല്ല, അതിനെ ഉപേക്ഷിക്കുക. അതിനെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നേക്കും ഹിതവും സുഖവും ഉണ്ടാകും, അതിന് കാരണമായിട്ട് തീരും. വേദന നിങ്ങളുടേതല്ല, അതിനെ ഉപേക്ഷിക്കുക. അതിനെ ഉപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് സുഖവും ഹിതവും ഉണ്ടാകും. സംഖ്യ നിങ്ങളുടേതല്ല, അതിനെ ഉപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് സുഖവും സന്തോഷവും ഉണ്ടാകും. സംസ്കാരം നിങ്ങളുടേതല്ല, അതിനെ ഉപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് സുഖവും ഹിതവും ഉണ്ടാകുന്നു. വിജ്ഞാനം നിങ്ങളുടേതല്ല, അതിനെ ഉപേക്ഷിക്കുന്ന സമയത്ത് ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് സുഖവും ഹിതവും ഉണ്ടാകുന്നു. ഇതിനെ എല്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് ഹിതവും സുഖവും ഉണ്ടാകുന്നു. ബുദ്ധൻ ഇവിടെ പറയുന്നത് നമ്മളുടെ ശരീരത്തെയും അതേപോലെ തന്നെ മനസ്സിൻ്റെ 4 ഭാഗങ്ങളെയുമാണ്. ശരീരം എന്ന് പറയുന്നത് രൂപം, അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. അതേപോലെ തന്നെ മനസ്സിൻ്റെ 4 ഭാഗങ്ങൾ, വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം, ഇതിനെയും നമ്മൾ ഉപേക്ഷിക്കണം. ഇതിലുള്ള ഒരു കാര്യവും നമ്മളുടേതല്ല, കാരണം ഇതിൽ നിത്യമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്ത് കരുതുന്നു? ഏതെങ്കിലും ഒരു വ്യക്തി ഈ ജേതവനത്തിലെ പുല്ലുകളെ, കമ്പുകളെ, മരത്തിലെ ശിഖരങ്ങളെ, ഇലകളെ എല്ലാം കൊണ്ടുപോയിട്ട് കത്തിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണമോ അത് അവർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കരുതുമോ? ഈ വ്യക്തികൾ ഞങ്ങളെയാണ് കൊണ്ടുപോകുന്നത്, ഞങ്ങളെയാണ് ഈ വ്യക്തി തീ വയ്ക്കുന്നത്, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണമോ അത് ചെയ്യുന്നത് ഞങ്ങളെയാണോ? അല്ല ബന്ദേ, അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അത് നമ്മളുടെ ആത്മാവല്ല,
നമ്മൾക്ക് അവകാശപ്പെട്ടതല്ല. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങളുടേത് അല്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക. ഇത് നിങ്ങളുടെ ദീർഘകാലത്തെ ഹിതത്തിനും സുഖത്തിനും ആയിട്ട് ആയിരിക്കും. അതിനാൽ നിങ്ങളുടേത് അല്ലാത്തത് എന്താണ്? രൂപം നിങ്ങളുടേത് അല്ല ഭിക്ഷുക്കളെ, അതിനാൽ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക. അതുമൂലം നിങ്ങൾ ദീർഘകാലത്തേക്ക് ഹിതം സുഖം ഉള്ളവരായിട്ട് ഭവിക്കും. അതേപോലെ തന്നെ വേദന, സംഖ്യ, സംസ്കാരം, വിജ്ഞാനം ഒന്നും തന്നെ നിങ്ങളുടേതല്ല. അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് ഹിതവും സുഖവും ഉണ്ടാകും. ഈ ധർമ്മം ഞാൻ വളരെ വ്യക്തമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഇരിക്കുകയാണ്. അതിനെ തുറന്നു കാണിച്ചിരിക്കുകയാണ്. അതിനെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. ഇത് പൂർണ്ണമാണ്. ഈ ധർമ്മത്തിൽ അർഹന്തന്മാരുണ്ട്. അവർ അവരുടെ ആസവങ്ങളെ പരിപൂർണമായിട്ട് ക്ഷയിപ്പിച്ചു. അവരുടെ ആധ്യാത്മിക ജീവിതം അവർ പൂർണ്ണമാക്കി. ഏതൊന്ന് ചെയ്യണമോ അവർ ചെയ്തു. അവരുടെ ഭാരം അവർ ഇല്ലാതാക്കി. അവരുടെ ലക്ഷ്യം അവർ നേടി. അവർക്ക് പുനർജന്മത്തിൻ്റെ സംയോജനം ഒരിക്കലും ഉണ്ടാകില്ല. അവർ നിർവ്വാണത്താൽ പരിപൂർണമായിട്ട് വിമുക്തരായിരിക്കുകയാണ്. അവർക്ക് ഇനി ഒരിക്കലും പുനർജന്മം ഉണ്ടാകുകയില്ല. അത്തരം വിവരിക്കപ്പെട്ട, പ്രകാശിപ്പിക്കപ്പെട്ട പൂർണ്ണമായിട്ടുള്ള ധർമ്മമാണ് ഇത്. ബുദ്ധൻ്റെ ധർമ്മത്തിൽ 4 തരത്തിലുള്ള മുക്തന്മാരുണ്ട്. ശ്രോതാപന്നൻ, സഗ്ദാഗാമി, അനാഗാമി, അർഹന്തൻ. അവരെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ ധർമ്മത്തിൽ താഴെയുള്ള 5 ചങ്ങലക്കെട്ടുകൾ കളഞ്ഞിട്ടുള്ള വ്യക്തികൾ ഉണ്ട്. അവർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വയം പ്രത്യക്ഷമാകും. അവർ അവിടെ നിന്ന് പരിനിർവാണം നേടും. അവർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തും ജനിക്കില്ല. ഇവിടെ പറയുന്നത് അനാഗാമികളെ കുറിച്ചിട്ടാണ്. 5 സംയോജനം എന്ന് പറയുന്ന സമയത്ത് സക്കായദിട്ടി, ശീലബദ്ധ പരാമംസം, വിചികിത്സ, കാമഛന്തം, വ്യാപാദം, ഈ 5 കാര്യങ്ങളെ പരിപൂർണമായിട്ടും നശിപ്പിച്ചവരാണ് അനാഗാമിമാർ. അവർ ശുദ്ധാവാസ ബ്രഹ്മലോകത്തിൽ ഓപപാദികോ, അതായത് അവിടെ സ്വയം പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുക. അവിടെ നിന്ന് അവർ മുക്തരാകും. അത്രയും വ്യക്തമായിട്ടുള്ള തെളിഞ്ഞ പാതയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ ധർമ്മത്തിൽ സഗതാഗാമികളായിട്ടുള്ള ഭിക്ഷുക്കൾ ഉണ്ട്. അവർ 3 ബന്ധനങ്ങളെ ഇല്ലാതാക്കി. അതുകൂടാതെ രാഗം, ദ്വേഷം, മോഹം ഇവയെ അവർ ക്ഷയിപ്പിച്ചു. അവർ ഈ ലോകത്തിലേക്ക് ഒരിക്കൽ മാത്രമേ മടങ്ങി വരികയുള്ളൂ. അതിനുശേഷം അവർ ദുഃഖത്തെ ഇല്ലാതാക്കും. അതായത് സഗതാഗാമി എന്ന മുക്തൻ മനുഷ്യലോകത്തിൽ അല്ലെങ്കിൽ ദേവലോകത്തിൽ ഒരിക്കൽ മാത്രമേ ജനിക്കുകയുള്ളൂ. അവിടെ നിന്ന് ആ വ്യക്തി അർഹന്തനായിട്ട് തീരും. ഈ ധർമ്മത്തിൽ 3 സംയോജനങ്ങളെ നശിപ്പിച്ച ശ്രോതാപന്നന്മാരായിട്ടുള്ള ഭിക്ഷുക്കൾ ഉണ്ട്. അവർ ഒരിക്കലും അധോലോകത്ത് അല്ലെങ്കിൽ പശുപക്ഷികളുടെ ലോകത്ത് ഒരിക്കലും ജനിക്കില്ല. അവർ തീർച്ചയായിട്ടും മുക്തരാകുന്നതാണ്. അതായത് ഏറ്റവും കൂടുതൽ 7 ജന്മത്തിനുള്ളിൽ അവർ മുക്തരാകും എന്നാണ് പറയപ്പെടുന്നത്. ഈ ധർമ്മത്തിൽ ധമ്മാനുസാരി, സദ്ധാനുസാരി ആയിട്ടുള്ള ഭിക്ഷുക്കൾ ഉണ്ട്. അതായത് ധർമ്മത്തെ അനുസരിക്കുന്ന, ശ്രദ്ധയോടുകൂടി ധർമ്മത്തെ അനുസരിക്കുന്ന ഭിക്ഷുക്കൾ ഉണ്ട്. അവർ പിന്നീട് മുക്തരായിട്ട് തീരും. സബ്ബേ തേ സംബോധി പരായന, അതായത് അവരെല്ലാം മുക്തരായിട്ട് തീരും എന്നാണ് പറയുന്നത് ഭാവിയിൽ. ഈ ധർമ്മം എന്നാൽ ശരിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. അത് വ്യക്തമാക്കപ്പെട്ടതാണ്, തുറന്നു കാണിച്ചിരിക്കുകയാണ്, പ്രകാശിപ്പിച്ചതാണ്, പൂർണ്ണമായിട്ടുള്ള ധർമ്മമാണ്. ഈ ധർമ്മത്തിൽ എന്നിൽ ശ്രദ്ധയും പ്രേമവും വയ്ക്കുന്ന വ്യക്തികൾ ഉണ്ട്. അവർ എല്ലാവരും തന്നെ സ്വർഗത്തിൽ പോയിട്ട് ജനിക്കുന്നതാണ്. ശ്രദ്ധയും പ്രേമവും ഉണ്ടെങ്കിൽ തന്നെ സ്വർഗത്തിന് പാത്രമാകും എന്നാണ് പറയുന്നത്. എന്നാൽ ബുദ്ധധർമ്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ ജന്മങ്ങളിൽ നിന്നും മുക്തിയാണ്. ഇതാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കേട്ട് ആ ഭിക്ഷുക്കൾ തൃപ്തരായി ബുദ്ധൻ്റെ വചനങ്ങളെ അഭിനന്ദിച്ചു. അലഗഡ്ഡ ഉപമ സൂത്തം അവസാനിച്ചു. ഈ സൂത്തം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്തങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അല്പസമയത്തിലേക്ക് നമ്മൾക്ക് പുണ്യവിധ അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ.
ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികൾ ആകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.